preparing a new endgame raid encounter. The next Chief Minister of Kerala will be V.D. Satheesan. ഇതാണ് നത്തിങ് എന്ന ബ്രാൻഡിന്റെ CMF എന്ന സബ് ബ്രാൻഡിൽ വരുന്ന അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് വാച്ച് CMF വാച്ച് 3 Pro. നമുക്കറിയാം വാച്ച് 1 ഉണ്ടായിരുന്നു, അതുപോലെ വാച്ച് 2 Pro ഉണ്ടായിരുന്നു. ഇപ്പോഴിത് അവരുടെ ഏറ്റവും പുതിയ വാച്ച് 3 Pro. ഈ വാച്ച് 3 Proയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നിരവധി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം സ്മാർട്ട് ഫോണുകളെല്ലാം AI ഫീച്ചേഴ്സിന്റെ പിന്നാലെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്മാർട്ട് വാച്ചിലും AI ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഈവൻ ChatGPT ഇന്റഗ്രേഷൻ വരെ ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വാച്ച് 2 Pro ഉണ്ട്, അതിനകത്ത് ഈ കാണുന്ന ബെസൽ പോലുള്ള ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് മോഡുലാർ ആയിരുന്നു, നമുക്ക് ഊരി മാറ്റി വേറെ കളറിന്റെ ഒക്കെ ഇടാൻ പറ്റുമായിരുന്നു എന്നുള്ളതായിരുന്നു വാച്ച് 2 Proയുടെ ഒരു ഹൈലൈറ്റ്. എന്നാൽ ഇവിടെ 3 Proയിലേക്ക് വരുമ്പോൾ അത്തരം ഗിമ്മിക്കുകളൊക്കെ എന്തായാലും CMF എന്ന ബ്രാൻഡ് അല്ലെങ്കിൽ നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ് മാറ്റിയിട്ടുമുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നത്തിങ് എന്ന് പറയുന്ന ബ്രാൻഡ് ആദ്യം നത്തിങ് ഫോൺ 1 ഒക്കെ വീഡിയോ ചെയ്യുമ്പോഴും എന്റെ കയ്യിൽ ആ ഫോൺ കാണുമ്പോഴും പലരും ചോദിച്ചു ഇത് ഏത് ഫോണാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഈ 2026 ആദ്യ പാദത്തിൽ ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ബ്രാൻഡായിട്ട് മാറിയിരിക്കുന്നത് നത്തിങ് ആണെന്ന് കേട്ടത് സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. അവരുടെ ഏറ്റവും പുതിയ സ്മാർട്ട് വാച്ചാണ് CMF വാച്ച് 3 Pro. ഈ ഒരു വാച്ചിനകത്ത് ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞത് ഈ കാണുന്ന ഭാഗമല്ലേ, ഇത് മെറ്റാലിക് ആണ്. മാത്രമല്ല അതിങ്ങനെ ചരിഞ്ഞ് ഡിസ്പ്ലേയിലേക്ക് ഇറങ്ങുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടൊരു ഗുണമുണ്ട്, നമ്മൾ ഈ വാച്ച് കയ്യിൽ കെട്ടിക്കൊണ്ട് നമ്മൾ നടക്കുമ്പോൾ പലയിടത്തും ചെന്ന് തട്ടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അങ്ങനെ തട്ടുമ്പോൾ ഡിസ്പ്ലേയിലേക്ക് തട്ടൽ അധികം ഏൽക്കില്ല ഈ കാണുന്ന ഒരു ഭാഗം. അത് മെറ്റാലിക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ ബെസലിനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതിനകത്തെ ഫുൾ ഏരിയ നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ തിക്കായിട്ടുള്ള ഒരു മെറ്റാലിക് ഏരിയ ആണ് അതിന് ചുറ്റും കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ക്രൗൺ കൊടുത്തിട്ടുണ്ട്, അത് വെറുതെ വെച്ചിരിക്കുന്നതല്ല, അത് ഫംഗ്ഷനിലാണ്. നമുക്ക് അത് ഇവിടെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും, ക്ലിക്ക് ചെയ്യുമ്പോൾ നിരവധി മെനു വരും, പിന്നെ നമുക്ക് അത് റൊട്ടേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു ക്രൗൺ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഇതിന്റെ സ്ട്രാപ്പ് എന്ന് പറയുന്നത് നമുക്ക് 22mm സ്ട്രാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബക്കിൾ മെക്കാനിസം ആണ്, നമുക്ക് റീപ്ലേസബിൾ ആണ്, നമുക്ക് വേറെ സ്ട്രാപ്പ് ഒക്കെ വേണമെങ്കിൽ ഇതിനോടൊപ്പം ചേർത്ത് ഉപയോഗിക്കാനാവും. ഇതുപോലൊരു ബോക്സിനകത്താണ് CMF വാച്ച് 3 Pro വരുന്നത്. ബോക്സിനകത്ത് ഇതിന്റെ ചാർജറും ഇതിന്റെ ഡോക്യുമെന്റേഷൻ പേപ്പേഴ്സും ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വാച്ച് കയ്യിൽ കെട്ടി കഴിഞ്ഞാൽ സത്യത്തിൽ കൈ കെട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പോലും പറ്റില്ല, അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 52 ഗ്രാം വെയിറ്റ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. അതുപോലെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പോലുള്ള ആക്ടിവിറ്റികളൊക്കെ ചെയ്യുമ്പോൾ പോലും വേണമെങ്കിൽ ഇത് കയ്യിൽ കെട്ടിയേക്കാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ഡിസ്പ്ലേ വന്നിട്ട് 1.43 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വാച്ച് 2 Proയിൽ 1.32 ഇഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്ക്രീൻ സൈസ് കുറച്ചുകൂടി വലുതായിട്ടുണ്ട് വാച്ച് 3 Proയിൽ എന്ന് വേണം പറയാൻ. അതുപോലെ 670 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇത്തവണ വാച്ച് 2 Proയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 60 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ഫ്ലൂയിഡിക് ആയിട്ട് മാറിയിട്ടുണ്ട് ഇത്തവണ. ഇതിന്റെ ഒരു ഇന്റർഫേസ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും, വളരെ സ്മൂത്ത് ആണ് ഇതിന്റെ ഒരു ഇന്റർഫേസ് എന്ന് പറയേണ്ടി വരും. 120-ലധികം വാച്ച് ഫേസുകൾ നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് ഉപയോഗിക്കാം. ബൈ ഡിഫോൾട്ട് ഇതിനകത്ത് ഒരു 7 വാച്ച് ഫേസ് ആണ് വാച്ചിനകത്തുള്ളത്. ഇതിനകത്ത് ഓരോന്നും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇതിന്റെ കമ്പാനിയൻ ആപ്പ് ആയിട്ടുള്ള നത്തിങ് എക്സ് എന്ന് പറയുന്ന ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് വാച്ച് ഫേസുകൾ, ഓരോ സെക്ഷനിലും നിരവധിയായിട്ടുള്ള വാച്ച് ഫേസുകൾ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 120-ലധികമുള്ള വാച്ച് ഫേസുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അവ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് സിങ്ക് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. പക്ഷേ ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് വളരെ കുറവാണെന്ന് പറയേണ്ടി വരും. നമ്മൾ രാത്രിയൊക്കെയാണെങ്കിൽ കാണാൻ പറ്റും, ഇരുണ്ട വെളിച്ചത്തിലൊക്കെയാണെങ്കിൽ കാണാൻ പറ്റുമെന്നേ ഉള്ളൂ. പക്ഷേ കുറച്ച് ബ്രൈറ്റ് ലൈറ്റിലൊന്നൊക്കെ കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നെക്സ്റ്റ് അപ്ഡേറ്റിൽ നത്തിങ് എന്ന് ഇതിന്റെ ബ്രൈറ്റ്നസ് ഒന്ന് ആ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഒന്ന് കൂട്ടിയെങ്കിൽ കൊള്ളാമെന്ന് തോന്നി. അതുപോലെ നമ്മൾ സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ കാണുന്ന വാച്ച് ഫേസ് എങ്ങനെയായിരിക്കണം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇനി അതുമല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന വാച്ച് ഫേസിന് മാച്ചിങ് ആയിട്ടുള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇതുപോലെ ഓട്ടോമാറ്റിക്കായി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 350 mAh ബാറ്ററി കപ്പാസിറ്റി ആണ് നത്തിങ് ഈ ഒരു വാച്ചിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫ് ചെയ്തിട്ടാൽ നത്തിങ് ക്ലെയിം ചെയ്യുന്നത് 13 ദിവസത്തെ ബാറ്ററി ലൈഫ് എന്നാണ്. എന്നാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമ്മൾ ഓൺ ആക്കി ഇട്ടിരുന്നാൽ ഏകദേശം 3-3.5 ദിവസത്തെ ബാറ്ററി ലൈഫ് നമുക്ക് ഈ ഒരു വാച്ചിൽ ലഭിക്കുമെന്നാണ് നത്തിങ് ആവശ്യപ്പെടുന്നത്. 99 മിനിറ്റ് കൊണ്ട് ഈ ഒരു വാച്ച് ഫുൾ ചാർജിലേക്ക് എത്തുകയും ചെയ്യും. അതൊരു ഇത്തിരി സമയം കൂടുതലാണല്ലേ, 99 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 മണിക്കൂറിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ട് വാച്ച് ഫുൾ ചാർജ് ആകാൻ. 131-ലധികമുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വർക്കൗട്ട് മോഡുകൾ നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് ഇതുപോലെ നൽകിയിട്ടുണ്ട്. വാച്ചിനകത്ത് കുറച്ചേ ഉള്ളൂ, കമ്പാനിയൻ ആപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വർക്കൗട്ട് മോഡുകൾ ഇതിലേക്ക് അസൈൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വർക്കൗട്ട് ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ നടക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഓടാൻ പോകുമ്പോൾ ഞാൻ റണ്ണിങ്ങിന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു റണ്ണിങ്ങിന്റെ വർക്കൗട്ട് മോഡ് എനേബിൾ ചെയ്യാതെ തന്നെ നമ്മൾ ഓടുമ്പോൾ ഓട്ടോമാറ്റിക് അത് ഡിറ്റക്ട് ചെയ്ത് റണ്ണിങ് എങ്ങനെയെന്ന് കൃത്യമായിട്ട് ഇത് മെഷർ ചെയ്യുകയും ചെയ്യും. ഡ്യുവൽ GPS സിസ്റ്റം ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു വാച്ച് കെട്ടിക്കൊണ്ട് നടക്കാനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഓടാനൊക്കെ പോകുമ്പോൾ നമ്മൾ പോയ
പോയ വഴികളിലൂടെ കൃത്യമായ ദൂരവും പ്രിസൈസ് ആയിട്ട് നമുക്കതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഡ്യുവൽ GPS സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഇൻബിൽറ്റ് GPS സിസ്റ്റം കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ, പുറത്ത് ഇതുപോലെ നടക്കാനൊക്കെ പോകുമ്പോൾ നമുക്ക് കയ്യിൽ ഫോൺ ഉപയോഗിക്കണമെന്നില്ല. ഫോണിന്റെ GPS വേണ്ട, ഇതിന്റെ GPS ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു വർക്കൗട്ട് കൃത്യമായിട്ട് ഡിറ്റക്ട് ചെയ്യും. അതുപോലെ നമ്മൾ പോയ വഴികളെല്ലാം ഡിറ്റക്ട് ചെയ്ത് കൃത്യമായിട്ട് എത്ര കിലോമീറ്റർ നടന്നു, എത്ര പേസിൽ നടന്നു, എത്ര സ്റ്റെപ്പ് നടന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ ഈ ഒരു ഡ്യുവൽ GPS സംവിധാനം സഹായിക്കും. വാച്ചിനകത്ത് സ്പീക്കറും മൈക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് കോളിംഗ് നമുക്ക് സാധ്യമാണ്. അത് വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. മാത്രമല്ല വാട്സപ്പിലേക്ക് വരുന്ന കോളുകളും ഈ ഒരു വാച്ച് വഴി നമുക്ക് ആരാണ് വിളിക്കുന്നതെന്ന് നമ്പർ കാണിക്കും, പേര് കാണിക്കുന്നില്ല. സാധാരണ കോള് നമുക്ക് പേര് സേവ് ചെയ്തിരുന്നാൽ പേര് കാണിക്കുന്നുണ്ട്. പക്ഷേ വാട്സപ്പിലേക്ക് വരുന്ന കോൾ പേര് സേവ് ചെയ്തിരുന്നാലും ആ നമ്പറാണ് കാണിക്കുന്നത്. അതുപോലെ നിരവധി ജസ്റ്റേഴ്സ് ഈ ഒരു വാച്ചിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സെറ്റിംഗ്സിൽ ക്വിക്ക് ജസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ജസ്റ്റേഴ്സ് അസൈൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ഒരു വാച്ച് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ റെക്കോർഡിംഗ് ഓപ്ഷൻ ആണ് എനേബിൾ ആയിരിക്കുന്നത്. അതൊരു ജസ്റ്ററാണ്. ഇനി അടുത്തത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യാനുള്ള ജസ്റ്ററായിട്ടാണ് ഞാനത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ജസ്റ്റേഴ്സ് ആണ്. ഒന്ന് ഈ രീതിയിലെ റൊട്ടേഷനും ഇങ്ങനെയുള്ള ഹാൻഡ് ഷേക്കും. ഈ രണ്ട് ജസ്റ്റേഴ്സ് ഇതിൽ വർക്ക് ചെയ്യും. ആ രണ്ട് ജസ്റ്ററുകൾ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇതിന്റെ കമ്പാനിയൻ ആപ്പിൽ പോയി സെറ്റ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് നത്തിങ്ങിന്റെ എസെൻഷ്യൽ ന്യൂസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ ഒരു വാച്ച് നത്തിങ്ങിന്റെ ഏതെങ്കിലും ഫോണുമായിട്ടാണ് പെയർ ചെയ്യുന്നതെങ്കിൽ ഇതിനകത്തുകൂടി നമുക്ക് ഇഷ്ടമുള്ള വിഭാഗങ്ങളിലെ ന്യൂസുകൾ, ഇംഗ്ലീഷ് ന്യൂസുകൾ വരെ ഈ ഒരു വാച്ചിലൂടെ കേൾക്കാൻ സാധിക്കും. Called Raid Boss 2, featuring Subjugator and Thol the Invincible. മാത്രമല്ല ചാറ്റ് GPT ഇന്റഗ്രേഷൻ, അതും നത്തിങ് ഫോണുകളോടൊപ്പം ഇത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് GPT വോയിസ് അസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ചാറ്റ് GPTയോട് കാര്യങ്ങൾ ചോദിച്ച് ഇതിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കും. നെക്സ്റ്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. The next Chief Minister of Kerala will be V.D. Satheesan. He was chosen by his party after a strong coalition win in the 2026 elections. ബ്ലൂടൂത്ത് വെർഷൻ 5.3 നൽകിയിരിക്കുന്ന ഈ ഒരു വാച്ചിനകത്ത് നത്തിങ് എക്സ് എന്ന് പറയുന്ന ആപ്പാണ് ഇതിന്റെ ഒരു കമ്പാനിയൻ ആപ്പ്. ഈ ഒരു കമ്പാനിയൻ ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നിരവധി വാച്ച് ഫേസുകൾ ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഈ വാച്ചിനെ കൂടുതൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള നിരവധി ആയിട്ടുള്ള ഓപ്ഷനുകൾ ഈ ഒരു ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വർക്കൗട്ടുകളൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ഇതിനകത്തൂടെ ഈ ഒരു കമ്പാനിയൻ ആപ്പ് വഴിയും സാധിക്കും. ഈ ഒരു വാച്ചിന് വയർലെസ് ചാർജിംഗ് സംവിധാനം കൊടുത്തിട്ടില്ല. അതുപോലെ ഇത് ഐഫോണുമായിട്ടും ആൻഡ്രോയിഡ് ഫോണുകളുമായിട്ടും കണക്ട് ചെയ്ത് പെയർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വാട്സ്ആപ്പ് കോളുകൾ നമുക്ക് സേവ് ചെയ്തിരിക്കുന്ന പേര് കാണിക്കുന്നില്ല, നേരെ മറിച്ച് കോൾ വരുമ്പോൾ ആ നമ്പർ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. മലയാളം സപ്പോർട്ട് ഇല്ല എന്നുള്ളത് ഒരു ചെറിയ കുറവാണ്. അതായത് ഈ ഒരു വാച്ചിന്റെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് വാച്ചിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷനുകൾ കാണുന്നത്. മലയാളത്തിൽ വരുന്ന മെസ്സേജുകൾ ഇത്തരത്തിൽ സ്ക്വയർ ബോക്സുകളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ മലയാളം ഫോണിന്റെ ഒരു യൂണിക്കോഡ് സപ്പോർട്ട് ഇതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളത് ഒരു ചെറിയ കുറവായിട്ട് വേണം പറയാൻ. അതുപോലെ ഇതിന്റെ ഒരു ആക്യുറസിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എന്റെ സാംസങ് ഗാലക്സി വാച്ച് 7ഉം അതുപോലെ ഈ ഒരു വാച്ച് ഒരുമിച്ച് കയ്യിൽ കെട്ടിക്കൊണ്ട് കിടന്നുറങ്ങി. അപ്പോൾ സാംസങ് വാച്ചിൽ ഇതുപോലെ 9 മണിക്കൂർ 4 മിനിറ്റും ഞാൻ ഉറങ്ങിയെന്ന് കാണിക്കുന്നു. എന്നാൽ നത്തിങ് വാച്ചിൽ 8 മണിക്കൂർ 29 മിനിറ്റുമാണ് ഉറങ്ങിയെന്ന് കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ കിടക്കയിൽ ഉണർന്ന് കുറച്ച് സമയം ഒരു അരമണിക്കൂറോളം കിടന്നു ഉറക്കം എണീറ്റ്. അതും സാംസങ് വാച്ചിനകത്ത് കൗണ്ട് ചെയ്തിരിക്കുന്നു. കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് ആ ഒരു സ്ലീപ്പ് 8.5 മണിക്കൂർ അത് എനിക്ക് ഈ നത്തിങ്ങിന്റെ ഈ ഒരു വാച്ച് 3 പ്രോയിൽ വന്നതാണ് പ്രോപ്പറായിട്ട് എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തമ്മിൽ ഉണ്ടായ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 1/2 മണിക്കൂറിന്റെ ഡിഫറൻസ് ആണ്. പക്ഷേ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇത് തന്നെയാണ്. അതുപോലെ നമുക്ക് വാട്സപ്പിലേക്കൊക്കെ വരുന്ന നോട്ടിഫിക്കേഷനുകളുണ്ട്, അത് ഇതിൽ കാണിക്കും. അതിൽ റിപ്ലൈ കൊടുക്കാനായിട്ട് നമുക്ക് ചില ക്വിക്ക് റിപ്ലൈ ഓപ്ഷനുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഐ ആം ബിസി അറ്റ് ദ മൊമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് പ്രീ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില ക്വിക്ക് റിപ്ലൈകൾ ഉണ്ട്. അത് നമുക്ക് അയക്കാം. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ യെസ്, നോ, താങ്ക്സ് അങ്ങനെയൊക്കെയുള്ള കുറെ ക്വിക്ക് റിപ്ലൈകൾ അയക്കാം. ആ ക്വിക്ക് റിപ്ലൈകൾ എന്ത് വേണമെന്ന് നമുക്ക് ഇതിന്റെ ആപ്പ് വഴി എഡിറ്റ് ചെയ്ത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ സാധിക്കും എന്നുള്ളതും പ്രത്യേകതയാണ്. അതുപോലെ ഇതിനകത്ത് ഈ പറയുന്ന വെയർ OS ഒന്നും അല്ല, ഗൂഗിളിന്റെ സ്റ്റോക്ക് ആയിട്ടുള്ള വെയർ OS ഒന്നും അല്ല ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള മറ്റ് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. ഇതിനകത്ത് എന്തുണ്ടോ അത് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഹോം സ്ക്രീനിൽ നിന്ന് നമ്മൾ ഇടത്തോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ആക്ടിവിറ്റി ആണ് ഇവിടെ കാണിക്കുന്നത്. എത്ര സ്റ്റെപ്പ് നടന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആക്ടിവിറ്റി ഭാഗത്ത് വന്നിട്ട് വീണ്ടും നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീസെന്റ് ആക്ടിവിറ്റി പല വർക്കൗട്ട് മോഡുകൾ കാണിക്കുന്നുണ്ട്. അടുത്തത് മ്യൂസിക് കൺട്രോൾ ആണ്. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്ലീപ്പ് ഡേറ്റയാണ് കാണിക്കുന്നത്. അത്തരം വിഡ്ജറ്റുകൾ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇതുപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് നോക്കാൻ സാധിക്കും. അപ്പോൾ വിഡ്ജറ്റുകൾ ഇതിനകത്ത് ക്ലിക്കബിൾ ആണ് എന്നുള്ളത് ഓർക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ആക്ടിവിറ്റി വിഡ്ജറ്റിലേക്ക് വന്ന് ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അപ്പോൾ സ്ലീപ്പ് ഡേറ്റ കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ആണ്. പിന്നീട് ഇതുപോലെ കോൺടാക്ട്സ്, അതുപോലെ കോൾ ഹിസ്റ്ററി, അതുപോലെ ഡയലർ, ക്ലൈമറ്റ് തുടങ്ങിയ കാര്യങ്ങൾ വീണ്ടും ഹോം സ്ക്രീനിലേക്ക് തിരിച്ചു വരുന്നു. എന്നാൽ ഈ ക്രൗൺ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള മറ്റ് ഫീച്ചറുകൾ നമുക്ക് കാണാം. വർക്കൗട്ട് മോഡ്, അതുപോലെ കസ്റ്റം റണ്ണിംഗ് കോച്ച്, എക്സസൈസ് റെക്കോർഡിംഗ്, അതുപോലെ ഹാർട്ട് റേറ്റ്, ബ്ലഡ് ഓക്സിജൻ, ആക്റ്റീവ് സ്കോർ, ആക്ടിവിറ്റി, സ്ലീപ്പ്, സ്ട്രെസ്, എസെൻഷ്യൽ ന്യൂസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂസ് കേൾക്കാൻ സാധിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞത്. അതുപോലെ നിരവധിയായിട്ടുള്ള ഫീച്ചറുകൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
ചെയ്യുന്നതായിട്ടും കാണാം. മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ടോഗിളുകൾ നമുക്ക് ഇതുപോലെ കാണാം. അപ്പോൾ ഞാൻ നോക്കിയിട്ട് മറ്റൊരു കാര്യം കണ്ടത്, ഇപ്പോൾ ഇതിനകത്ത് ഹാർട്ട് റേറ്റിന്റെ മോണിറ്റർ ചെയ്യുന്നതിനുള്ള വിഡ്ജറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ SpO2 മോണിറ്റർ ചെയ്യാനുള്ള ഒരു വിഡ്ജറ്റ് ഇതിനകത്തില്ല. അത് ഇതിന്റെ കമ്പാനിയൻ ആപ്പിൽ പോയാലും വിഡ്ജറ്റുകൾ പുതുതായിട്ട് നമുക്ക് ഇഷ്ടത്തിന് ആഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതിൽ കൊടുത്തിരിക്കുന്ന ഇത്രയും വിഡ്ജറ്റുകളേ ഉള്ളൂ. വിഡ്ജറ്റുകൾ വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, പുതിയ വിഡ്ജറ്റുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു ചെറിയ കുറവായിട്ട് എനിക്ക് തോന്നി. അതൊരു പക്ഷേ നത്തിങ്ങിന്റെ ഒരു അപ്ഡേറ്റ് വഴി അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വാച്ച് ഫേസിന്റെ ഒക്കെ കളർ വേണമെങ്കിൽ നമുക്ക് ചില വാച്ച് ഫേസിന്റെ ഒക്കെ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ വാച്ച് ഫേസുകൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ താഴെ ഒരു ഇത്തരത്തിലൊരു ഗിയർ സിമ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വന്ന് ഇതുപോലെ കളർ മാറ്റാം. അതിനകത്തുള്ള പല പല ഓപ്ഷനുകളൊക്കെ നമുക്ക് മാറ്റാനുള്ള സംവിധാനം ഇതുപോലെ ഈ ഒരു വാച്ചിനകത്ത് നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നത്തിങ്ങിന്റെ ഏറ്റവും പുതിയ വാച്ച് ആയിട്ടുള്ള CMF വാച്ച് 3 പ്രോയെ പറ്റി പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളൂ, ഈ ഒരു വാച്ചിന്റെ പ്രൈസിംഗ് ആണ്. ഈ ഒരു വാച്ചിന്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 7,999 രൂപയാണെങ്കിലും നിലവിൽ ഒരു ലോഞ്ച് ഓഫറിൽ നമുക്ക് 6,999 രൂപയ്ക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങാം. അപ്പോൾ ഇതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാഴ്ചക്ക് ഡിസൈൻ വൈസ് എനിക്ക് കാഴ്ചക്ക് അത്ര ഒരു എന്താ പറയുന്ന ഒരു ക്യൂട്ട്നെസ് ഒന്നും ഫീൽ ചെയ്തില്ല. ഇതിന്റെ ഒരു ഫംഗ്ഷനാലിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതിന്റെ ഒരു ലുക്ക് വൈസ് വലിയൊരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്തില്ലെങ്കിലും ഇതിന്റെ ഫംഗ്ഷനാലിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെയാണ്, അടിപൊളിയാണ് ഈ ഒരു സാധനം എന്ന് പറയേണ്ടി വരും. ഈ പ്രൈസ് പോയിന്റ് ഇത് എത്രത്തോളം വർത്തിയാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഈ ഒരു വാച്ച് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ വീഡിയോയ്ക്ക് താഴെ കമന്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.